വെള്ളാപ്പള്ളി നടേശന് നൽകിയതോടെ പത്മ പുരസ്കാരത്തിന്റെ വില പോയെന്ന് ആരോപിച്ച് ഗോകുലം ഗോപാലൻ. ഇത് മാത്രമൊന്നുമല്ല, വെള്ളാപ്പള്ളിക്കെതിരെ വളരെ നിശിതമായ വിമർശനമാണ് ഗോകുലം ഗോപാലൻ നടത്തിയിരിക്കുന്നത്. SNDP യോഗം വെള്ളാപ്പള്ളിയുടെ പണത്തിന് കീഴിലാണെന്നും ഒരു ദുഷ്ടരാജാവാണെന്നും ഒക്കെ ഇപ്പോൾ മുഖം നോക്കാതെ ഗോകുലം ഗോപാലൻ വിമർശിച്ചിരിക്കുകയാണ്. ഗോകുലം ഗോപാലനും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ കേരളത്തിലെ വളരെ പ്രശസ്തരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലന്റെ ഒരു പ്രസ്താവന അത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാകുമ്പോൾ അത് ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ്. പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് വെള്ളാപ്പള്ളി കസേര നിലനിർത്തുന്നതെന്നും വെള്ളാപ്പള്ളി നൽകുന്ന പണം വാങ്ങി ആസ്വദിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തോടൊപ്പം പ്രസിഡന്റായോ സെക്രട്ടറിയായോ നിൽക്കാൻ കഴിയൂ എന്നുമാണ് വിമർശിച്ചിരിക്കുന്നത്. ന്യായമായ രീതിയിൽ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ കമ്മിറ്റി പിരിച്ചുവിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം നൽകിയത് ആ പുരസ്കാരത്തിന്റെ വില ഇല്ലാതാക്കിയെന്നും ഗോകുലം ഗോപാലൻ പറയുകയായിരുന്നു. വെള്ളാപ്പള്ളി ഒരു ദുഷ്ടരാജാവാണെന്നും അണികൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളും മറ്റും വെള്ളാപ്പള്ളി ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകിയതിനെതിരെ പരാതി പ്രവാഹമായിരുന്നു. ഒടുവിൽ പരാതികളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഇടപെടേണ്ടി വന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് രാജ്യം ആദരം നൽകുന്നത് ഉചിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്യാമ്പയിൻ കമ്മിറ്റി രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരുന്നത്. മുൻപ് പത്മ പുരസ്കാരങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച വ്യക്തിക്ക് അത്തരമൊരു ഉന്നത ബഹുമതി നൽകുന്നത് പുനഃപരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകുന്നതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയെ കൂടാതെ SNDP സംരക്ഷണ സമിതിയും ശക്തമായി രംഗത്തെത്തിയിരുന്നു. വഞ്ചനാകുറ്റം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി 21ഓളം ക്രിമിനൽ കേസുകളിൽ വെള്ളാപ്പള്ളി പ്രതിയാണെന്നും പത്മവിഭൂഷൺ ജേതാവ് കൂടിയായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വെള്ളാപ്പള്ളിയും പ്രതിപ്പട്ടികയിൽ ഉണ്ടെന്നുമെല്ലാമായിരുന്നു ആരോപണം. കൂടാതെ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് പുരസ്കാരം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും ഈ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സംരക്ഷണ സമിതി അന്ന് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചായിരുന്നു വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചത്. പത്മഭൂഷൺ പുരസ്കാരം ശ്രീനാരായണ ഗുരുവിന് സമർപ്പിക്കുന്നുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞിരുന്നു. പുരസ്കാരം ജനങ്ങൾ തന്നതാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് വ്യാജ ഡോക്ടറേറ്റുകളൊക്കെ നൽകാറുണ്ട്. അവാർഡുകളുടെ നിലവാരം ഇതുമൂലം കുറയുന്നു. മുമ്പ് പത്മഭൂഷണെ വിമർശിച്ചത് ഈ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് വിശദീകരിച്ചത്. പൊതുസേവന രംഗത്തെ മികവിനാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയ വിഷയത്തിൽ ഇടപെടാനാവില്ലെന്ന് ഹൈക്കോടതിയും പ്രതികരിച്ചിരുന്നു. ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പത്മ പുരസ്കാരങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയുമെന്നായിരുന്നു അന്ന് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.